അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ പുതിയൊരു സിനിമയുടെ ടീസർ വന്നിരിക്കുകയാണ്. കുറേ സ്പെക്കുലേഷൻസ് ഉണ്ട്. ഇത് മോഹൻലാലും ശ്രീനിവാസൻ്റെയൊക്കെ പണ്ടത്തെ കഥയിൽ നിന്ന് ഇൻസ്പയർഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. അതൊന്നും അല്ല എന്നൊക്കെയാണ് പിന്നെ കേട്ടത്. എന്തായാലും ടീസർ ഒന്ന് കണ്ടു നോക്കാം. ആകെ 5% ഉണ്ട്. ഓ ഇയാളൊക്കെ വൈദ്യം ഭയങ്കര ഷാൻഡ്ലോമാൻ അജുവിനുണ്ടാവില്ല. എന്താ പിള്ളേ പിള്ളേ കലേഷ്. ഓ മറ്റേത് മറ്റേ ഭഗത് മാനുവൽ കല്യാണി നമ്മുടെ പ്രണവ് മോഹൻലാൽ. ഞാൻ വളരെ ബിസിയാണ്. എനിക്ക് സ്കോച്ച് അടിക്കണം, റം അടിക്കണം, വാള് വെക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. മോഹൻലാലിന്റെ കൂടെ തന്നെ ശരിക്കും മോഹൻലാലിന്റെ പോലെ തന്നെ എന്ത് കഥ ഇഷ്ടപ്പെടും. ഇത്രയും മണ്ടനായ ഒരു പ്രൊഡ്യൂസർ എനിക്ക് ഇനി ജന്മത്തിൽ കിട്ടും. ബേസിൽ ഇതിനുണ്ട്. ഓക്കെ, സോ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ പക്ക വിനീത് ശ്രീനിവാസൻ്റെ ആ പഴയ സിനിമ തന്നെ. ഐ മീൻ നമ്മുടെ ചെന്നൈ പട്ടണം എന്നുള്ള സംഭവം തന്നെ. ചെന്നൈ പട്ടണം മറ്റേ അത് തന്നെ, ആ ഒരു ഫീല് ചെന്നൈയുടെ മദ്രാസിയുടെ എല്ലാ നൊസ്റ്റാൾജിയും വരുന്ന, അല്ലെങ്കിൽ ആ ഒരു ഫീൽ വരുന്ന സിനിമ തന്നെയാണ്. ധ്യാനിൻ്റെ മറ്റേ ആ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ കാണുന്ന കൈൻഡ് ഓഫ് തഗ്ഗിൻ്റെ സംഭവമൊക്കെ ആ ഒരു ക്യാരക്ടർ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനത്തെ ഒരു ആ ഒരു വളരെ ഇഷ്ടപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ, അതിന് ക്രിഞ്ച് രീതിയിലല്ല, പക്ഷെ നല്ല രീതിയിൽ പുള്ളിയുടെ ആ ക്യാരക്ടർ ഒരു എന്താ പറയുക ഫണ്ണി ക്യാരക്ടർ കൊണ്ടുവരാൻ നോക്കിയിട്ട് തോന്നി. ഷാനവാനൊക്കെ റീബ്രാൻഡ് ചെയ്തിട്ട് അഭിനേതാവിൻ്റെ രീതിയിൽ അവിടുത്തെ ചെന്നൈ നമ്മുടെ പണ്ടത്തെ കോടമ്പക്കമൊക്കെ നമുക്കറിയാമല്ലോ, എല്ലാവരും സിനിമയ്ക്ക് വേണ്ടി പോയിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ കുറേ ആസ്പയറിങ് ആക്ടേഴ്സ്, സ്ട്രഗ്ലിങ് ആക്ടേഴ്സ് ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ തമിഴിൽ നിന്ന് കുറേ ആക്ടേഴ്സിനെ എടുത്തിട്ടുണ്ട്, നല്ല നല്ല ആക്ടേഴ്സ്. മോഹൻലാൽ, ഐ മീൻ പ്രണവ് മോഹൻലാൽ, ആള് കുറേ മോഹൻലാലിൻ്റെ മാനറിസംസ് ചെയ്യുന്നോട്ട് തോന്നി എനിക്ക്. ആൻഡ് കുറേ നാച്ചുറലായിട്ട് തോന്നിയത്. അത് പണ്ടത്തെ കൂട്ട് എന്ന് വെച്ചാൽ അഭിനയിക്കുന്നതാണെന്ന് കുറേയൊക്കെ തോന്നിയില്ല. എന്നാലും ഓക്കെ, മോഹൻലാലിൻ്റെ കരിസ്മയൊക്കെ വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ആ മോനെന്നുള്ളൊരു ഗുണം, ആ ചെറിയൊരു സംഭവമൊക്കെ എനിക്കൊന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ്. ആ ഒരു മാനേഴ്സ് എടുക്കണമെന്ന് വിചാരിച്ചത് അത് വിസിബിളായിട്ട് തോന്നിയെങ്കിൽ പോലും ഭയങ്കര രസമുണ്ടായിരുന്നു അത്. എസ്പെഷ്യലി ആദ്യത്തെ ഇതിൽ ഡയലോഗ്സ് വരുന്നുണ്ടല്ലോ ഈ ട്രീസറിൽ, അത് നന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കുറച്ചും കൂടി അത് പറഞ്ഞ് ചെയ്യിപ്പിച്ചു വിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുന്നു തോന്നി. പക്ഷെ ആദ്യത്തെ ഭയങ്കര നാച്ചുറലായിട്ട് തോന്നും. പിന്നെന്താ കണ്ടപ്പോൾ സെയിം വിനോദ് ശ്രീനിവാസൻ ആ ഒരു ഫീൽ ഗുഡ് മൂവി, ആ ഒരു മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യുന്ന. കഥ ചിലപ്പോൾ ഓർഡിനറി ആയിരിക്കാം, അത് ക്ലീഷേ ആയിരിക്കാം, പക്ഷെ അത് ആ മൊമെൻറ്റ്സ്, ആ സംഭവം ഉണ്ടല്ലോ നമ്മുടെ വിനീത് ശ്രീനിവാസനെ ഓൾമോസ്റ്റ് എല്ലാ സിനിമയിലും തരുന്ന ആ ഒരു ക്ലീഷേ യെറ്റ് വെരി എക്സ്പീരിയൻസ്, എന്താ പറയുക എക്സ്പീരിയൻസ് ആയിട്ടുള്ള, നമുക്ക് ആ ഒരു ഇമോഷണൽ രീതിയിൽ കുറച്ച് സന്തോഷിച്ച് മനസ്സൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് നൊന്ത് എന്നാൽ സന്തോഷിച്ച് നൊസ്റ്റാൾജിക്കായിട്ട് ഉള്ള
ഒരു ചെന്നൈ ഫീൽ വരുന്ന, നമുക്കൊക്കെ സുഖം തോന്നുന്ന ആ സിനിമ എല്ലാം നമ്മുടെ എല്ലാ വികാരങ്ങളെയും തൊട്ടുണർത്തുന്ന ഒരു നല്ല സിനിമയായിരിക്കും എന്ന് തോന്നുന്നു. ടീസർ എങ്ങനെയാണെന്ന് കണ്ടത്. അപ്പം ധ്യാനിൻ്റെയും പ്രണവിൻ്റെയും ആ ഒരു കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നു പണ്ടത്തെ രീതിയിൽ നമ്മുടെ മോഹൻലാൽ ശ്രീനിവാസിൻ്റെ ഒരു കോംബോ പോലെ സൃഷ്ടിക്കാനാണ് നോക്കുന്നതെന്നും തോന്നുന്നുണ്ട്. സോ അത് രസമായിരിക്കും തോന്നുന്നു. അത് പല സർപ്രൈസ് പോലെ ഇപ്പോൾ ഷാൻ റഹ്മാൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ മോഹൻലാലിൻ്റെ ആ ഒരു മാനറിസംസ് എടുക്കുന്ന രീതിയിൽ വരുന്നതും ഷാൻ റഹ്മാൻ്റെ റീബ്രാൻഡിങ് ഇതൊക്കെ രസമായിട്ട് തോന്നുന്നു. എന്തായാലും ട്രെയിലറും വരട്ടെ, സിനിമയും വരട്ടെ, അപ്പോൾ കാണാം. എന്തായാലും കൊള്ളായിരുന്നു. നല്ലൊരു ടീച്ചറായിരുന്നു. ഒരു എക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷേ അറിയാലോ, വിനീതിൻ്റെ സിനിമ എപ്പോഴും അങ്ങനെയായിരിക്കും. നമ്മൾക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വിഷ്വൽസും സ്റ്റോറിയും ക്ലീഷയൊക്കെ തന്നെയായിരിക്കും. പക്ഷെ അത് തരുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട്, ആ ഒരു നൊസ്റ്റാൾജിക് എക്സ്പീരിയൻസ്. അത് ഭയങ്കര രസമാണ്. ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണുമ്പോഴാണ് ആ ഒരു സുഖമുള്ളത്. അപ്പോൾ കാണുക. നിങ്ങളുടെ അഭിപ്രായം താഴെ പറയുക. ഓക്കെ, ബൈ.